അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഫർളാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ളത്. തക്ബീറത്തുൽ ഇഹ്റാം എന്നത് കൈ കെട്ടലാണോ അല്ലാഹു അക്ബർ എന്ന് പറയലാണോ അതല്ല അത് രണ്ടും കൂടി ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് സംശയം വരും. ചിലർ ഉത്തരം പറയും രണ്ടും കൂടി ചേർന്നതാണ്, ചിലർ പറയും കൈ കെട്ടലാണ്, ചിലർ പറയും അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. യഥാർത്ഥത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ളത് തക്ബീർ ചൊല്ലലാണ്. ഇഹ്റാമിൻ്റെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലാണ്. എന്നാൽ ഈ തക്ബീർ ചൊല്ലുമ്പോൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ, അതിനു മുമ്പ് നിയ്യത്ത് നാവ് കൊണ്ട് പറഞ്ഞ് ആ നമസ്കാരത്തിൻ്റെ നിയ്യത്ത് മനസ്സിൽ നിലനിർത്തി മനസ്സിൽ നിയ്യത്ത് ഉണ്ടായിരിക്കെയാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കൈകൾ രണ്ടും ഉയർത്തി താഴ്ത്തി കെട്ടുക എന്നുള്ളത്. അപ്പോൾ കൈകൾ രണ്ടും ഉയർത്തി താഴ്ത്തി കെട്ടുക എന്നുള്ളത് ആ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത്, അതിൻ്റെ ശരിയായ രീതിയിൽ പലരും അത് നടത്തി കാണാറില്ല. ചില ആളുകൾ കൈയ്യെട്ടുമ്പോൾ അല്ലാഹു അക്ബർ, കൈ ഇങ്ങനെ വെച്ചിട്ട് അല്ലാഹു അക്ബർ, ചിലരിങ്ങനെ അല്ലാഹു അക്ബർ. ശരിക്കും കൈ ഉയർത്തി കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റുകൾ പറയാനാണ് ഞാൻ ഈ ക്ലിപ്പ് ഉപയോഗിക്കുന്നത്. അതായത് തക്ബീറത്തുൽ ഇഹ്റാം ആരംഭിക്കുന്നത് ഹംസ എന്ന അക്ഷരം കൊണ്ടാണല്ലോ, അവസാനിക്കുന്നത് റാ എന്ന അക്ഷരത്തിലാണ്. ആ തക്ബീർ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ പറയുമ്പോൾ കൈ ഉയർത്താൻ ആരംഭിക്കാം. അക്ബറിൻ്റെ തക്ബീർ തീരുമ്പോൾ കൈ ഉയർത്തൽ അവസാനിക്കാം. അപ്പോൾ അല്ലാഹു അക്ബർ അല്ല, പിന്നെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പൂർണ്ണമായും പറഞ്ഞതിന് ശേഷമാണ് കൈ താഴ്ത്തി കെട്ടേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കൈവെള്ള പൂർണ്ണമായിട്ട് കിബിലയിലേക്കായിരിക്കാം. ഇങ്ങനെയല്ല കൈ വെക്കേണ്ടത്, അല്ലാഹു അക്ബർ എന്നല്ല, കൈവെള്ള പൂർണ്ണമായിട്ട് കിബിലയിലേക്കായിരിക്കാം. ഒരുപാട് വിരലുകൾ ഇങ്ങനെ അകത്തി പിടിക്കാതെയും എന്നങ്ങനെ കൂട്ടി പിടിക്കാതെയും അത് നേരെ സ്ട്രൈറ്റായിട്ട് വിരലുകൾ നിർത്തിയിട്ട് ആ കൈപ്പത്തി കിബിലയുടെ ഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ ചുമലുകൾക്ക് നേരെ ഉയർത്തുക എന്നാണ്. ചുമലുകൾക്ക് നേരെ കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഈ തള്ളവിരലിൻ്റെ അഗ്രം ചെവിയുടെ ഈ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലും മറ്റു ഫിംഗേഴ്സിൻ്റെ അഗ്രം ചെവിയുടെ മുകൾ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലും ആണ് കൈ ഉയർത്തേണ്ടത്. ഉയർത്തി കഴിയുമ്പോൾ തക്ബീർ തീർന്നിരിക്കണം, അതാണ് അതിൻ്റെ ക്രമം. അപ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, കൈ വന്നല്ല, കൈ ഇങ്ങനെ കിബിലയിലേക്ക് വരണം. ഇങ്ങനെ ആവരുത്, ഇങ്ങനെ വിരൽ മടക്കിയിട്ടും ആവരുത്, നിവർത്തി ഒരുപാട് അകത്തി ആവരുത്, എന്നാൽ ഒരുപാട് കൂട്ടി ആവരുത്. മിതമായ രീതിയിൽ കൈവെള്ള കിബിലയിലേക്ക് വരുന്ന രീതിയിൽ ചുമലുകൾക്ക് നേരെ കൈയെത്തുമ്പോൾ തക്ബീർ തീരുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമം.